You have a 4% better chance of getting a seat in NEET 2025 than NEET 2024. And that too before writing the exam. അതാണ് അവിടുത്തെ കോമഡി. ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ ഈ വീഡിയോയിലെ മെയിൻ കാര്യം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് NEET 2025 പേപ്പർ കിട്ടുമ്പം നിങ്ങൾക്ക് 5-6 ക്വസ്റ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ പേപ്പർ ഭയങ്കര ടഫ് ആണെന്നുണ്ടെങ്കിൽ, സോ ഒരു ടിപ്പിക്കൽ ഫിസിക്സ് പേപ്പർ എടുക്കുകയാണെങ്കിൽ 45 ക്വസ്റ്റൻസിന്റെ ടിപ്പിക്കൽ ഫിസിക്സ് പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് അവിടെ നിർത്തിക്കോ. കാരണം 10 ദിവസം നീറ്റിനുള്ളൂ. നിങ്ങൾ ടുവേർഡ്സ് ലാസ്റ്റ് മന്തും ലാസ്റ്റ് വീക്കും ലാസ്റ്റ് 10 days ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ സ്റ്റഡി ഷുഡ് ചേഞ്ച് ടു പ്രിഫറൻഷ്യൽ സ്റ്റഡി. ഓക്കെ, അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് NEET 2025 കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. 80+ ചാപ്റ്റേഴ്സ് ടോട്ടൽ പഠിക്കാണ്ടെന്ന് തോന്നുന്നു. അതിൽ 9 ചാപ്റ്ററിൽ നിന്ന് 36 ചോദ്യം ചോദിക്കുന്നതാണ് ഞാൻ പറയുന്നത്. സോ ഹലോ ഗായ്സ്, ഡോക്ടർ തബ്ഷീർ ഹിയർ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ NEET 2024 മുമ്പ് പ്രെഡിക്റ്റിംഗ് NEET 2024 എന്ന് പറഞ്ഞിട്ട് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും സെപ്പറേറ്റ് ആയിട്ട് 3 വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 മുതൽ 2023 വരെയുള്ള നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആൻഡ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ ബേസിലാണ് നമ്മൾ പ്രഡിക്ഷൻ നടത്തിയത്. ആൻഡ് താങ്ക്ഫുള്ളി NEET 2024 നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് 62 ടോപ്പിക്കിൽ നിന്ന് ടോട്ടൽ 98 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സോ കഴിഞ്ഞ നീറ്റ് കഴിഞ്ഞതിന് ശേഷം NEET 2024 സ്റ്റാറ്റിസ്റ്റിക്സ് എത്ര അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തതെന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. മാത്രമല്ല ആ വീഡിയോയിൽ NEET 2024 ക്വസ്റ്റ്യൻസും കൂടി അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ആ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. സോ ഈ എല്ലാ വീഡിയോസിനും വളരെ നല്ല റെസ്പോൺസാണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. താങ്ക്സ് ഫോർ ദി വണ്ടർഫുൾ റെസ്പോൺസ്. അപ്പോൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് ഒന്നും നടത്തിയിട്ടില്ല. നമ്മൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട്, അതായത് 200 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു എക്സാമിനെ ഞാൻ വെറും 62 ടോപ്പിക്സേ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത് വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് മറ്റൊരു ഡീറ്റെയിൽഡ് അനാലിസിസിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ അന്ന് മുതൽ ആ വീഡിയോൻ്റെ താഴെ മറ്റേത് വീഡിയോ തുറന്നു നോക്കി കഴിഞ്ഞാലും ഞാൻ അതിന് താഴെ ഏറ്റവും കൂടുതൽ കാണുന്ന കമൻറ്റ് ആ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽഡ് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം എനിക്ക് എക്സാമിൻ്റെ സമയമായിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തീസിസ് സബ്മിഷൻ അങ്ങനെ കുറേ എൻ്റെ തിരക്കുകളുണ്ടായിരുന്നു PG റിലേറ്റഡ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ദിസ് റിക്വയർസ് ഇമ്മൻസ് ടൈം. നിങ്ങൾക്കറിയാം, അതായത് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് 1800 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 1800 ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ഡാറ്റ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം കാര്യമല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നും കൂടി 2 കമൻറ്റേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ കമൻറ്റ്സ് വീണ്ടും വരുന്നതുകൊണ്ട് ഞാൻ NEET 2025 ഡീറ്റെയിൽഡ് അനാലിസിസിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ദിസ് ഈസ് ദാറ്റ് വീഡിയോ. സോ ഗൈസ്, നമുക്ക് അധികം ഡിലേ ഒന്നും ആക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കാരണം നമുക്ക് 10 ദിവസം കൂടി നീറ്റിനുള്ളൂ. സോ എനിക്ക് NEET 2025 കുറിച്ച് കുറച്ച് പോയിന്റ്സ്, ഒരു 4-5 പോയിന്റ്സ് പറയാനുണ്ട്. അത് ഈ വീഡിയോ കഴിയുന്നതിന് മുമ്പ് പറയാം, എന്നിട്ട് നമുക്ക് ഫൈനലി ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ വിത്തൗട്ട് എനി ഫെർദർ ഡിലേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളിവിടെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ തബ്ഷീർ ടിപ്സ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഗൈസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. അപ്പം NEET 2025 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമേ ഇപ്പം 2-3 ദിവസമായിട്ട് എനിക്ക് കുട്ടികൾ ചോദിക്കുന്ന കാര്യം ബയോളജി NCERT കുറിച്ചാണ്. കാരണം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ബയോളജി NCERT കുറച്ച് റിവിഷൻസ് വന്നു, കുറച്ച് ചേഞ്ചസ് വന്നു. അപ്പോൾ നാഷണൽ ലെവലിൽ, കാരണം നീറ്റ് ഇനി ആകെ 10 ദിവസം ബാക്കിയുള്ളൂ, അപ്പോൾ നാഷണൽ ലെവലിൽ കുട്ടികൾ ടെൻസ്ഡ് ആണ്. അതായത് ബയോളജി NCERT മാറി, ഇനി പുതിയ ബയോളജി എന്നാണോ ചോദിക്കുക, അല്ലെങ്കിൽ പഴയത് എന്നാണോ ചോദിക്കുക, അല്ലെങ്കിൽ രണ്ടിലുള്ളൊരു ടോപ്പിക്ക് ചോദിച്ചാൽ ഞങ്ങൾ പുതിയ NCERT വെച്ചിട്ടാണോ പഴയ NCERT വെച്ചിട്ടാണോ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 100 ക്വസ്റ്റൻസ് ആണ് കുട്ടികളുള്ളിൽ. സോ ഇതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ബയോളജി NCERT മാറിയത് നമ്മളെ യാതൊരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല. കാരണം അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് യാതൊരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് നോക്കും ബയോളജി NCERT മാറി എന്ന് പറഞ്ഞ് പേടിക്കാണ്ട് അതിൽ നോക്കുമ്പം വളരെ ചെറിയ ചേഞ്ചസ്. ഈ ഒറ്റ പേജിൽ നിങ്ങൾക്ക് ഈ ഒരു 1-2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന ചേഞ്ചസ് മാത്രമേ ബയോളജി NCERT വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക വന്ന ചേഞ്ചസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സെൽസ് ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അവിടെ ഷ്വാൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിനെ ഇനീഷ്യലി അവർ ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനീഷ്യലി ഷ്വാൻ ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് എന്നായിരുന്നു പഴയ NCERT ഉണ്ടായിരുന്നത്. അതിപ്പോൾ മാറിയിട്ട് എന്തായി, ജർമ്മൻ സുവോളജിസ്റ്റ് എന്നായി. ഓക്കെ, അതാണ് ഒരു മേജർ ചേഞ്ച്. അപ്പം ഇത് എന്താവാം, ഇത് നിങ്ങൾക്ക് നീറ്റിനൊരു ക്വസ്റ്റൻ ആയിട്ട് വരാം. കാരണം നീറ്റിന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് ഫ്രീക്വൻ്റ് ചോദിക്കുന്നതാണ്. അപ്പോൾ പഴയതിൽ ബ്രിട്ടീഷ് ആയിരുന്നു, അത് മാറി ഇപ്പോൾ ജർമ്മൻ ആണ് കറക്റ്റ്. ഓക്കെ, സോ അതൊരു ക്വസ്റ്റൻ ആവാം. 2, ഹയോയിഡ് ബോണിനെ കുറിച്ച് നമ്മുടെ ലോക്കോമോഷൻ മൂവ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഹയോയിഡ് ബോണിനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹയോയിഡ് ബോണിനെ കുറിച്ച് പറയുമ്പം നമുക്കറിയാം ഹയോയിഡ് ബോൺ ഒരിക്കലും സ്കള്ളിൻ്റെ പാർട്ടല്ല എന്നുള്ളത്. കാരണം ഹയോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം കഴുത്തിൽ വരുന്നൊരു ബോണാണ്. ആൻഡ് സ്കള്ളിൽ വരുന്നത് ക്രേനിയൽ ബോൺസും ഫേഷ്യൽ ബോൺസും ആണ്. ആൻഡ് ഹയോയിഡ് ബോൺ ഒരിക്കലും സ്കള്ളിൻ്റെ ഭാഗമല്ല. ബട്ട് പഴയ NCERT ഹയോയിഡ് ബോൺ ഇസ് എ പാർട്ട് ഓഫ് സ്കൾ എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ NCERT അത് റിവൈസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഹയോയിഡ് ബോൺ ഈസ് നോട്ട് അറ്റ് ഓൾ എ പാർട്ട് ഓഫ് സ്കൾ. ഓക്കെ,
അതാണ് രണ്ടാമത്തെ ചേഞ്ച്. അപ്പോൾ ഇതും വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ട് വരാം. കാരണം ഹയോഡ് ബോയ്നീസ് ഇപ്പം താഴെ പറഞ്ഞതിൽ എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഹയോഡ് ബോയ്നീസ് പാർട്ട് ഓഫ് സ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചേഞ്ചും ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഫിഗറിലാണ്. ആ ഫിഗറാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മുടെ സെക്ഷൻ ഓഫ് ഓവറിയാണ്. അപ്പോൾ സെക്ഷൻ ഓഫ് ഓവറിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫോളിക്കിൾസിന്റെ ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഫോളിക്കിൾസ് ഗ്രോത്ത് വന്നിട്ട് ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തു, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുക, നമുക്കറിയാം ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിലീസ് ചെയ്യുന്നത് സെക്കൻഡറി ഊസൈറ്റ് ആണ്. ഓക്കെ, ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിലീസ് ചെയ്യുന്നത് സെക്കൻഡറി ഊസൈറ്റ് ആണ്. എന്നിട്ട് ഈ ഗ്രാഫിൻ ഫോളിക്കിൾ എന്താവും? കോർപ്പസ് ലൂട്ടി ആവും. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ പഴയ NCERT ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്നത് ഓവം, ഇവിടെ സെക്കൻഡറി യൂസൈറ്റിന് പകരം അവിടെ ഓവം എന്നായിരുന്നു കൊടുത്തിരുന്നത്. ടെക്നിക്കലി സ്പീക്കിംഗ്, അതായത് ഇപ്പോൾ എന്താ പറയുക, ലേമാൻസ് ലാംഗ്വേജിൽ പറയുമ്പോൾ ഓവവും സെക്കൻഡറി യൂസൈറ്റ് ഒന്നാണെന്നുണ്ടെങ്കിലും ടെക്നിക്കലി സ്പീക്കിംഗ് അവർ രണ്ടുപേരും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മളവിടെ കറക്റ്റ് ടേം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി യൂസൈറ്റ് ആണ്. സോ ഈ മൂന്നെണ്ണമാണ് ബയോളജിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചേഞ്ചസ്. ഇത്രയേ ഉള്ളൂ. മൊത്തം ബയോളജിയിൽ +1 ഉം +2 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഈ മൂന്നുമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് കൂടാണ്ടുള്ള ചേഞ്ചസിൽ നിങ്ങൾക്ക് ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട്, അതായത് 4, 5, 6 ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ കാരണം ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അതായത് 1, 2, 3 ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അറിയാത്തത് കാരണം അത് ക്വസ്റ്റൻസ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ 4, 5, 6 നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. NCERT കറക്റ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പ്രിന്റിംഗ് മിസ്റ്റേക്ക് പോലെ വന്ന് തെറ്റാണ്. അതും NCERT കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നെന്താണ്? അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അഡ്രിനൽ ഗ്ലാൻഡ് ലൈസ് ആന്റീരിയർ ടു ദ കിഡ്നി എന്നാണ് പഴയ NCERT ഉണ്ടായിരുന്നത്. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്നാണ് അർത്ഥം. അപ്പോൾ കിഡ്നിന്റെ ഫ്രണ്ടിൽ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. അത് മാറി ഇപ്പോൾ എന്തായി? അഡ്രിനൽ ഗ്ലാൻഡ് ലൈസ് ടു സുപ്പീരിയർ ടു ദി കിഡ്നി അല്ലെങ്കിൽ അബോവ് ദി കിഡ്നി. അതാണ് കറക്റ്റ്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ചിത്രം വരയ്ക്കുന്നതാണ്. കിഡ്നി വരച്ചിട്ട് എൻ്റെ മുകളിലാണ് നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ് വരക്കാറ്, അതായത് കിഡ്നിന്റെ ഫ്രണ്ടിലല്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ആന്റീരിയർ ടു ദി കിഡ്നി എന്ന് മാറിയിട്ട് എന്തായി? അഡ്രിനൽ ഗ്ലാൻഡ് ഈസ് അബോവ് ദി കിഡ്നി എന്നായി. ഓക്കെ, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇനി അടുത്തത് വീണ്ടും സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്കറിയാം സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞ ഒരു സെമി ഫ്ലൂയിഡ് മെട്രിക് സ്റ്റേറ്റ് ആണ്. അതിൻ്റെ NCERT തന്നെ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. സൈറ്റോപ്ലാസം പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും സെമി ഫ്ലൂയിഡ് സ്റ്റേറ്റ് ആണെന്നുള്ളത്. പക്ഷേ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അവർക്ക് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് പോലെ വന്നിരുന്നു. അവർ സെമി ഫ്ലൂയിഡ് മെട്രിക്സ് എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം അവരുടെ ഫ്ലൂയിഡ് മെട്രിക്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ദി കറക്റ്റ് ടെർമിനോളജി സെമി ഫ്ലൂയിഡ് മെട്രിക്സ്. സോ അതാണ് അടുത്ത ചേഞ്ച്. സോ ഇത് ഞാൻ ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഇത് NCERT നിങ്ങൾ സെമി ഫ്ലൂയിഡ് മെട്രിക്സ് തന്നെയാണ് പഠിക്കുന്നത്. ഒരു സ്ഥലത്ത് മാത്രം വന്നൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ആൻഡ് ഫൈനലി നിങ്ങൾ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ATP ജനറേഷന് ഒരു ATP ജനറേറ്റ് ചെയ്യാൻ നമുക്കറിയാം 4H+ മൂവ് ചെയ്യണമെന്ന്. അതവിടെ സ്റ്റേറ്റ്മെന്റ് വൈസ് അവിടെ സെന്റൻസ് വൈസ് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഒരു ATP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4H+ ആണ് വേണ്ടത്. പക്ഷേ ചിത്രത്തിൽ അവർ മാർക്ക് ചെയ്ത് അപ്പോൾ 4ന് പകരം 2 എന്നാണ് മാർക്ക് ചെയ്തത്. ഇത് പഴയ NCERT ഫിഗറാണ്. ഇതിപ്പോൾ മാറിയിട്ട് എന്തായിട്ടുണ്ട്? 4H+ എന്നായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ്മെന്റിൽ അവർ 4H+ എന്ന് കൊടുത്തിരുന്ന ഫിഗറിൽ വന്നൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. സോ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ ബയോളജി NCERT മാറിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ ബയോളജി NCERT മാറിയത് നമ്മളെ യാതൊരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഇത്ര ചെറിയ 6 ചേഞ്ചസ് ആണ് ബയോളജിയിൽ വന്നത്. ബാക്കി വന്നത് ഫുൾ ഗ്രാമാറ്റിക്കൽ ചേഞ്ചസ് ആണ്. ബാക്കി കുറച്ച് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ട്, അത് കറക്റ്റായി. ഗ്രാമർ എന്തായാലും നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ലല്ലോ, നമ്മൾ ഇംഗ്ലീഷ് പരീക്ഷ അല്ലല്ലോ എഴുതാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഈ 6 പോയിന്റ്സേ ഉള്ളൂ. ആ 6 പോയിന്റ്സിൽ തന്നെ ഫസ്റ്റ് 3 പോയിന്റ്സ് ആണ് ക്വസ്റ്റൻ ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതൽ. ബിക്കോസ് അതാണ് കുറച്ചും കൂടി ടെക്നിക്കൽ ചേഞ്ച് വന്നത്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു, അത് അവർ കറക്റ്റ് ആക്കി. അതും ക്വസ്റ്റൻ ആയിട്ട് വരാം. അപ്പം ഇത് ഈ 6 പോയിന്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ബയോളജിയിലുള്ള ചേഞ്ചസ് അവിടെ കഴിഞ്ഞു. ഓക്കെ, ഇനി മുന്നോട്ട് പോകുമ്പം ഇനിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുള്ളത്. അതായത് നീറ്റ് 2024 എക്സാം കഴിഞ്ഞു. നീറ്റ് 2024 എക്സാം കഴിഞ്ഞപ്പോൾ നീറ്റ് 2024 നമ്മളെ എന്തെല്ലാം പാഠങ്ങളാണ് പഠിപ്പിച്ചത്? കാരണം നമുക്കറിയാം കഴിഞ്ഞ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ അത് എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക സങ്കടകരമായ ദിവസങ്ങളായിരുന്നു. കാരണം എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട്, പക്ഷെ ആർക്കും നല്ല റാങ്ക് കിട്ടുന്നില്ല. കാരണം ഭയങ്കര ഹൈ സ്കോറിങ് എക്സാമാണ് വന്നത്. സോ കുട്ടികളെ ഇത് ബാധിച്ചതുപോലെ തന്നെ ഒബ്വിയസ്ലി എക്സാം ബോർഡിനെ ഇത് ബാധിച്ചിട്ടുണ്ടാവും. കാരണം ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ കുട്ടികൾ ഭയങ്കര ഹൈ ആയിട്ട് സ്കോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ 1ാം റാങ്ക് വന്നത് 67 കുട്ടികൾക്ക് അങ്ങനെയാണ്. സോ എയിംസ് ഡൽഹിയിൽ പോലും 1ാം റാങ്ക് കിട്ടിയ കുട്ടിക്ക് കിട്ടില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ടൈ ബ്രേക്കേഴ്സ് വീണ്ടും ഉപയോഗിക്കേണ്ടി വരികയാണ്. കാരണം ഫസ്റ്റ് റാങ്ക് ബ്രേക്ക് ചെയ്യാൻ തന്നെ 67 ടൈ ബ്രേക്കർ യൂസ് ചെയ്യണം. ഓക്കെ, സോ അത് എക്സാം ബോർഡിനും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നീറ്റ് 2024 കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, മാർക്സിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് ഈ മാർക്സിൽ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സാമിൽ കുട്ടികളെ ഫിൽട്ടർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു പ്രോപ്പർ ഗ്രഡേഷൻ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നീറ്റ് എന്തുകൊണ്ട് പ്രീ കോവിഡ് പാറ്റേണിലോട്ട് പോയി എന്നുള്ളതിനെ ഒരു ലോജിക്കൽ റീസണിങ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എക്സാം ബോർഡ് ആലോചിച്ചിട്ടുണ്ടാവും നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഈ മാർക്കിൻ്റെ ഇൻഫ്ലേഷൻ കുറക്കണം. അപ്പോൾ മാർക്കിൻ്റെ ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക?
മാർക്കിൻ്റെ ഇൻഫ്ലേഷൻ ഇത്രക്ക് കൂടിയത് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട്, അതായത് അവർ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നതിന് ശേഷമാണ് മാർക്കിൻ്റെ ഇൻഫ്ലേഷൻ ഇത്രയായിട്ട് കൂടിയത്. അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ 150 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 150 ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യണം. അത് മാറ്റിയിട്ട് ഇപ്പോൾ അവരെന്താക്കി 200 ക്വസ്റ്റ്യൻസിന് 150 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി എന്നാക്കി. ആൻഡ് ഒബ്വിയസ്ലി അത് കുട്ടികൾക്ക് സുഖമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അറിയാത്ത 20 ക്വസ്റ്റ്യൻസ് അവർക്ക് വിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് കോമ്പറ്റേറ്റീവ് എക്സാം നടത്തുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് കുട്ടികൾക്ക് സുഖമാക്കി കൊടുക്കാനല്ല, കുട്ടികൾ എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്യാനാണ്. സോ ഈ മാർക്കിൻ്റെ ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ബോർഡിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഫ്രീ ആയിട്ട് കൊടുത്ത 20 ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫ്രീ ആയിട്ട് കൊടുത്ത 20 ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ കുട്ടികളുടെ ഓപ്ഷൻസ് കുറഞ്ഞു, കുട്ടികൾ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ അവർ നിർബന്ധിതരാണ്. ഒബ്വിയസ്ലി എന്താവും, മാർക്ക് കുറയും. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ വിടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ ഈ മാർക്സിൻ്റെ ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ബോർഡ് വരുത്തിയ ഒന്നാമത്തെ കാര്യമാണ് എന്ത്, അവർ നീറ്റ് പ്രീ കോവിഡ് പാറ്റേണിലോട്ട് മാറ്റി. അതായത് 200 ക്വസ്റ്റ്യൻസ് വീണ്ടും 150 നിങ്ങൾക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ല. സോ ഇത് നമ്മൾ പുറത്ത് കണ്ടൊരു കാര്യം. ഇനി നാഷണൽ ബോർഡ് മാർക്സിൻ്റെ ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ സാധ്യതയുള്ള രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കുറച്ചും കൂടി കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് റീസണബിളി അത് ചിന്തിക്കാം. ഞാൻ പറയുന്നത് നീ 2025 നീ 2024 ഭയങ്കര ടഫായിരിക്കും അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് റീസണബിൾ ടു തിങ്ക് ദാറ്റ് ദി ക്വസ്റ്റ്യൻസ് ഇൻ നീ 2025 വിൽ ബി സ്ലൈറ്റ്ലി മോർ ടഫർ ദാൻ നീ 2024. ഓക്കെ, അങ്ങനെ ആയാലേ നമുക്ക് ഇൻഫ്ലേഷൻ കുറക്കാൻ പറ്റുള്ളൂ. ആൻഡ് അത് നല്ലതാണ്. ഈ എക്സാമിന് എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം എപ്പോഴും കുറച്ച് ടഫ് ആവുന്നതാണ് നല്ലത്. നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, ഞാൻ ഈ പറയുന്നത് പലപ്പോഴും പല കുട്ടികൾക്കും അംഗീകരിക്കാൻ പറ്റാറില്ല. സാറേ ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കില്ല, അപ്പോൾ സാർ എന്തിനാ എക്സാം ടഫ് ആവാൻ വേണ്ടി പറയുന്നത്? എടാ, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ എക്സാം ടഫ് ആവാൻ വേണ്ടി പറയുന്നത്. കാരണം ഇത് നമ്മുടെ ബോർഡ് എക്സാം പോലെ നമ്മൾ ഫുൾ മാർക്ക് കിട്ടിയിട്ട് നമുക്ക് ഇതിൽ കാര്യമില്ലടാ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക 100-90 കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താ കാര്യം, നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് അടുത്തുള്ള ആളെക്കാളൊക്കെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ടഫായി കഴിഞ്ഞാലേ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് വെറുതെ +1 +2 വേണ്ടി മാത്രം പഠിച്ചു, എൻട്രൻസിന് വേണ്ടി ഒന്നും പഠിച്ചില്ല, അങ്ങനത്തെ ഒരു കുട്ടിക്കും വേണമെന്നുണ്ടെങ്കിൽ വെറുതെ വന്ന് എഴുതി കഴിഞ്ഞാൽ നീറ്റ് കിട്ടും. അപ്പോൾ പഠിച്ച കുട്ടികൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സാം ടഫ് ആവുന്നതാണ് നല്ലത്. അപ്പോൾ എക്സാം ടഫായി കഴിഞ്ഞാൽ പഠിച്ച കുട്ടികൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ബിലീവ് മീ ഓൺ ദിസ്, നിങ്ങൾ ഒരിക്കലും എക്സാം ടഫായി കഴിഞ്ഞാൽ വിഷമിക്കരുത്. ഓക്കെ, സോ ഈ മാർക്സിൻ്റെ ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ബോർഡ് ചെയ്ത 2 കാര്യങ്ങൾ, ഒന്ന് അവർ ഓൾറെഡി ചെയ്തു, എന്ത് നീറ്റിനെ പ്രീ കോവിഡ് പാറ്റേണിലോട്ട് മാറ്റി. ആൻഡ് 2 അവർ ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യം നീറ്റിൻ്റെ പേപ്പർ ടഫാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നീറ്റ് എക്സാമിന് പോയിരുന്നു. ഓക്കെ, നമ്മൾ നീറ്റ് എക്സാമിന് പോയിരുന്നു. ആൻഡ് വാട്ട് ഇഫ് നീറ്റ് 2025 കംസ് ഔട്ട് ടു ബി ടഫ്? നിങ്ങളവിടെ പോയിരുന്നു. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കഴിഞ്ഞ 1-2 വർഷങ്ങളെ പോലത്തെ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള പേപ്പറാണ്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇൻ കേസ് അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഡെസ്പാവരുത്. ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ ഈ വീഡിയോയിലെ മെയിൻ കാര്യം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് നീറ്റ് 2025 പേപ്പർ കിട്ടുമ്പം നിങ്ങൾക്ക് 5-6 ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ പേപ്പർ ഭയങ്കര ടഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡെസ്പാവരുത്. നിങ്ങൾ മനസ്സിലാക്കുക, ദിസ് ഈസ് നോട്ട് ദാറ്റ് ഹൈ സ്കോറിങ് എക്സാം. എനിക്ക് മാത്രമല്ല ടഫ്, ഇത് എഴുതുന്ന ഇന്ത്യയിലെ ഓരോ കുട്ടിക്കും ഈ പേപ്പർ ടഫാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ആ സമയത്ത് ഒരിക്കലും നിങ്ങളെ കോൺഫിഡൻസ് കളയരുത്. ഓക്കെ, ആ പേപ്പർ ടഫായി കഴിഞ്ഞാൽ ഇത് എനിക്ക് മാത്രമല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ആസ് സച്ച് ടഫാണ്, ഈ വർഷത്തെ കട്ട് ഓഫ് കുറയാൻ പോവുകയാണ്, അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു 3 മണിക്കൂർ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ടഫ് കണ്ടിട്ട് ഈ എക്സാം എനിക്ക് പോയി എന്ന് വിചാരിക്കരുത്. അതെല്ലാവർക്കും ടഫാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന 3 മണിക്കൂർ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല റാങ്ക് കിട്ടും. കാരണം എന്താ, ഞാൻ ടഫ് എക്സാമിനാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്. ഓക്കെ, ടഫ് എക്സാമിനെ നന്നായിട്ട് പെർഫോം ചെയ്താൽ ഒബ്വിയസ്ലി നമ്മുടെ റാങ്ക് നന്നായിട്ട് മുകളിലോട്ട് കയറും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മൊത്തം വീഡിയോൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഞാൻ ഒരിക്കലും പറയില്ല എന്താ നീ 25 പേപ്പർ ടഫ് ആയിരിക്കുന്നു, എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, എനിക്കത് അറിയുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ അത് ടഫ് ആവാൻ സാധ്യത ഉണ്ട്. ആൻഡ് ഇൻ കേസ് അത് ടഫ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളോട് ഡൗൺ ആവരുത്. നിങ്ങൾ ഒരു വർഷത്തെ മൊത്തം അധ്വാനമാണ്. അപ്പം നിങ്ങൾ അതും ഫോൾസ് മീൻസ് ഇന്റർപ്രിട്ടേഷൻ്റെ പുറത്താണ് നിങ്ങൾ ഡൗൺ ആവുന്നത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ എന്നാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ പേപ്പർ മാത്രമേ കാണുള്ളൂ. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ റൂമിൽ ഇരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ ഇന്ത്യയിലെ ഓരോ കുട്ടിക്കും ഈ പേപ്പർ ടഫാണ്, ഈ മൊത്തത്തിൽ ഈ പേപ്പറിൻ്റെ കട്ട് ഓഫ് കുറയാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യണം. അപ്പോൾ ആ 3 മണിക്കൂറിൽ ഒരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസ് കളയരുത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സ്പെക്റ്റഡ് കട്ട് ഓഫിനെ കുറിച്ച്. അപ്പോൾ എക്സ്പെക്റ്റഡ് കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം കട്ട് ഓഫിനെ ബാധിക്കുന്നത് മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. അതായത് കട്ട് ഓഫിന് ഓരോ വർഷത്തിലും കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുക 2 കാര്യങ്ങളാണ്. അത് നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം ടഫാണെന്നുള്ളത്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ കാര്യം ഓരോ വർഷം എത്ര കുട്ടികൾ എഴുതുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇത് രണ്ടുമാണ് ബേസിക്കലി കട്ട് ഓഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. ശരിയല്ല? അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടി നമ്മളുടെ ഒരു പ്രഡിക്ഷൻ പ്രകാരം ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടി കൂടാൻ പോവുകയാണ്. ഓക്കെ, ഉറപ്പൊന്നുമില്ല, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടി കൂടിക്കഴിഞ്ഞാൽ എന്താവും? കട്ട് ഓഫ് ഒബ്വിയസ്ലി കുറയും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടി കൂടിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്ലൈഡ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്ലൈഡ് നമുക്കറിയാം
നീറ്റ് 2024 24 ലക്ഷം കുട്ടികൾ എഴുതിയിരുന്നു. പക്ഷേ നീറ്റ് 2023 23 ലക്ഷം കുട്ടികൾ എഴുതുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം കുട്ടികൾ കുറഞ്ഞു. 1 ലക്ഷം കുട്ടികൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 4.16% കുട്ടികൾ കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് a 4% better chance of getting a seat in NEET 2025 than NEET 2024. ആൻഡ് ദാറ്റ് ടു ബിഫോർ റൈറ്റിംഗ് ദി എക്സാം. അതാണ് അവിടുത്തെ കോമഡി. അതായത് എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നീറ്റ് 2024 4% സാധ്യത കൂടുതലാണ് നീറ്റ് 2025 അഡ്മിഷൻ കിട്ടാൻ. അപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് റൈറ്റിംഗ് എക്സാമും കുറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പറിന് ഡിഫിക്കൽട്ടി കൂടാൻ സാധ്യതയുണ്ട്. ഇൻ മീൻസ് നീറ്റ് 2025 എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. ഓക്കെ, സോ ഇതൊക്കെ എല്ലാം പ്രഡിക്ഷൻസ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ബട്ട് യൂഷ്വലി സ്റ്റാറ്റിസ്റ്റിക്സ് വർക്ക് ചെയ്യും. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് നീറ്റ് 2025 കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പർ അഥവാ കുറച്ചൊരു ടഫർ സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കോൺഫിഡൻസ് അവിടെ ലൂസ് ചെയ്യരുത്. കാരണം ആ പർട്ടിക്കുലർ പോയിന്റ്, അതായത് ഇത് എല്ലാവർക്കും ടഫാണെന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ടഫർ എക്സാംസിന് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് റാങ്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യും. ഓക്കെ, ശരി. ഇനി നമുക്ക് നീറ്റ് 2025 എത്ര ടാർഗറ്റ് ചെയ്യണമെന്ന്, നമ്മളൊരു മാർക്ക് ഏകദേശം നീറ്റ് 2025 എത്ര ടാർഗറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ നമ്മൾ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കട്ട് ഓഫിൻ്റെ ഒരു ഇത് നമുക്ക് 2023 2024 മാത്രം നോക്കാം. അവിടെ ജനറലിന് 2023 വന്ന കട്ട് ഓഫ് 610 ആയിരുന്നു. ആൻഡ് 2024 വന്ന കട്ട് ഓഫ് 652 ആയിരുന്നു. ബാക്കിയുള്ള കാറ്റഗറീസിൻ്റെ മാർക്കും അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അത് നമ്മുടെ കൂടുതൽ എലോബറേറ്റ് ആയിട്ട് പറയുന്നില്ല. അത് നമ്മൾ ജനറലിൻ്റെ കാര്യം മാത്രം നമ്മളുടെ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2024 നമ്മൾ എക്സ്പെക്ട് ചെയ്തത് നമുക്ക് കിട്ടിയ കട്ട് ഓഫ് 652 ആയിരുന്നു. പക്ഷേ 2025 എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഐ വുഡ് സേ ഇറ്റ് വുഡ് ബി സംവെയർ ബിറ്റ്വീൻ 625 and 630. ഓക്കെ, എനിക്കൊരു ഉറപ്പില്ല. ബട്ട് ഓവറോൾ ട്രെൻഡും കാര്യങ്ങളും കട്ട് ഓഫിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും എല്ലാം കാര്യങ്ങളും നോക്കുമ്പം കട്ട് ഓഫ് ക്യാൻ ബി ബിറ്റ്വീൻ 625 to between 630. ബട്ട് ഐ വുഡ് നെവർ റെക്കമെൻഡ് യു ടു ടാർഗറ്റ് എ സ്കോർ ബിറ്റ്വീൻ 625 and 630. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ആ ഒരു മാർക്ക് ടാർഗറ്റ് ചെയ്യരുത്. കാരണം ഇതൊക്കെ എല്ലാം നമ്മുടെ പ്രഡിക്ഷൻസ് ആണ്. നമുക്ക് എപ്പോഴും നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ നമ്മളെപ്പോഴും സേഫർ സൈഡ് ഇതാക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു മാർക്ക് ഇസ് ഡെഫിനറ്റ്ലി 650+. ഓക്കെ, അപ്പോൾ 650+ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. 650+ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് സൈഡിലാണ്. കട്ട് ഓഫ് ഇത്രയൊക്കെ ആവാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ബട്ട് ഓവറോൾ ട്രെൻഡ് സേസ് കട്ട് ഓഫ് എന്തായാലും കുറയും. അപ്പോൾ കട്ട് ഓഫ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ആ കട്ട് ഓഫ് ഓൾമോസ്റ്റ് ബിറ്റ്വീൻ 625 to 630 ആയിരിക്കും. പക്ഷേ നമ്മൾ സേഫർ സൈഡിൽ നമുക്ക് നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട മാർക്ക് ഷുഡ് ബി ഡെഫിനറ്റ്ലി അബവ് 650+. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ശരി, ഇനി എനിക്ക് എപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്താ പറയുക, നീറ്റ് 2025 പേപ്പറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അനാലിസിസ് ചെയ്യാൻ പറയുന്ന പോലെ തന്നെ എപ്പോഴും കാണുന്നൊരു ടൈപ്പ് ഓഫ് മെസ്സേജാണ് ലാസ്റ്റ് 10 ദിവസത്തെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ലാസ്റ്റ് 1 month സ്ട്രാറ്റജി. ഞാൻ ആക്ച്വലി ഇതുവരെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം അത് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഓരോരുത്തർക്കും ഓരോ ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും. കാരണം എനിക്ക് ലാസ്റ്റ് മന്ത് ചെയ്യേണ്ടത് ചിലപ്പോൾ ഞാൻ ഇത്രയും കാലം ഞാൻ തിയറി വായിച്ച ആളെന്നുണ്ടെങ്കിൽ എനിക്ക് ക്വസ്റ്റൻ ആയിരിക്കും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ക്വസ്റ്റൻ ചെയ്ത ആളാണ് എനിക്ക് തിയറി ആയിരിക്കും. അപ്പോൾ അത് ഓരോരുത്തർക്കും ഡിഫർ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ യൂഷ്വലി ഇതിൽ കമൻറ്റ് ചെയ്യാറില്ല. പക്ഷേ എനിക്കൊരു 1-2 കാര്യങ്ങളോട് പറയാനുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിൽ ഇൻ കേസ് നമ്മൾ മാർക്ക് കുറവാണെന്ന് വിചാരിക്കാം. ഓക്കെ, മോക്ക് ടെസ്റ്റിൽ നമുക്ക് ഇഫ് യു ആർ സ്കോറിംഗ് മാർക്സ് എബവ് 650 or above 680 മോക്ക് ടെസ്റ്റ്, വെൽ ആൻഡ് ഗുഡ്, നല്ല കാര്യമാണ്. നിങ്ങൾ അതേ പേസ് കീപ്പ് ചെയ്യുക, നീറ്റിനും നിങ്ങൾ അതേപോലെ പെർഫോം ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സീറ്റ് കിട്ടും. ഇൻ കേസ് നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ മാർക്ക് നിങ്ങൾ കുറവാണെന്ന് വിചാരിക്കുക. ആൻഡ് കുറവ് എന്ന് പറയുമ്പോൾ നമുക്കിത് 2 രീതിയിൽ കുറവാകാം. ഒന്നത്തെ കുറവ് ബിറ്റ്വീൻ 350 to 500 ആവാം. ആൻഡ് രണ്ടാമത്തെ കുറവ് ബിറ്റ്വീൻ 500 to 650 ആവാം. ഓക്കെ, അപ്പോൾ ഈ 2 ഗ്രൂപ്പിലാണ് നിങ്ങൾ പെടുന്നത്. അതായത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റിലെ മാർക്ക് ബിറ്റ്വീൻ 350 to 500 വരുന്ന ഗ്രൂപ്പാണോ, ബിറ്റ്വീൻ 500 to 650 വരുന്ന ഗ്രൂപ്പാണോ നിങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മേലെ വരുന്ന ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതേ പേസ് കീപ്പ് ചെയ്യുക, നീറ്റിന് കോൺഫിഡൻ്റ് ആയിട്ട് പോവുക, എഴുതുക, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സീറ്റ് കിട്ടും. ഓക്കെ, പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ മാർക്ക് 350 to 500 അല്ലെങ്കിൽ 500 to 650 ഇടയിലാണെന്നുണ്ടെങ്കിൽ, സോ ഇൻ കേസ് നിങ്ങളുടെ മാർക്ക് 500 to 650 ഇടയിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ 500 to 350 to 500 കാര്യം ഞാൻ പറയാം. പക്ഷേ ഇൻ കേസ് നിങ്ങൾ മാർക്ക് 500 to 650 ഇടയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു കുട്ടിക്ക് മോക്ക് ടെസ്റ്റിന് 500 മാർക്കൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുട്ടി നീറ്റിന് വേണ്ടി അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അതായത് തിയറി ഭാഗങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നോക്കിയിട്ടുണ്ട്, അത്യാവശ്യം ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 500 എത്തൂല, അല്ലെങ്കിൽ അത്രയും പോലും എത്തൂല. അപ്പോൾ കുറച്ചൊക്കെ ഒരു നോക്കി കുട്ടിക്ക് 500 മേലെ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ കുട്ടി എന്തൊക്കെയോ നീറ്റിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ക്വസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളെ മാർക്ക് അതിൽ കൂടുതൽ കൂടാണ്ടിരിക്കാൻ കാരണം നിങ്ങൾ ചില പർട്ടിക്കുലർ ഏരിയയിൽ വീക്കാണ്. ഓക്കെ, നിങ്ങൾ ചില പർട്ടിക്കുലർ ഏരിയയിൽ വീക്കാണ്, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ സബ്ജക്റ്റിൽ വീക്കാണ്. മേ ബി നിങ്ങൾക്ക് ബയോളജി നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങൾ നമ്പേഴ്സ് കാൽക്കുലേഷൻ നിങ്ങളുടെ മോശമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ നല്ലതാണ്, പക്ഷേ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ബയോളജി മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ടുവേർഡ്സ് ദി ലാസ്റ്റ് മന്തും ലാസ്റ്റ് വീക്കും ലാസ്റ്റ് 10 days ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ സ്റ്റഡി ഷുഡ് ചേഞ്ച് ടു പ്രിഫറൻഷ്യൽ സ്റ്റഡി.
ഓക്കെ, നമ്മൾ അത്രയും കാലം വായിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളൊരു ബോർഡ് എക്സാമിന് പഠിക്കുന്ന പോലെ എല്ലാം പഠിച്ച് പോവല്ല. നമ്മളെ സ്റ്റഡി പാറ്റേൺ മാറണം. എന്ത്? അതൊരു പ്രിഫറൻഷ്യൽ സ്റ്റഡി ആയിരിക്കണം. ആൻഡ് പ്രിഫറൻഷ്യൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിഫറൻഷ്യൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ എനിക്കറിയാം എനിക്ക് എവിടേക്കാണ് മാർക്ക് പോകുന്നത്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിൽ ഇപ്പോൾ 500 മാർക്കാണ് എനിക്ക് കിട്ടിയതെങ്കിൽ 220 മാർക്ക് എനിക്ക് പോയല്ലോ. ആ 220 മാർക്ക് എവിടെയാണ് പോയതെന്നുള്ളത് ആദ്യം ചാപ്റ്റർ വൈസ് നോക്കുക. ആദ്യം സബ്ജക്റ്റ് വൈസ് നോക്കുക. ഏത് സബ്ജക്റ്റിലാണ് എനിക്ക് കൂടുതൽ മാർക്ക് പോകുന്നതെന്നുള്ളത് നോക്കുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഇപ്പം നമുക്ക് ഒരു സബ്ജക്റ്റ് കിട്ടിയെന്നായിരിക്കും. ഇപ്പോൾ ഫിസിക്സിലാണ് എനിക്ക് കൂടുതൽ മാർക്ക് പോകുന്നത്. അങ്ങനെയാണെന്ന് നോക്കുക. ഈ ഫിസിക്സിൽ തന്നെ ഏത് ഗ്രൂപ്പ് ഓഫ് ചാപ്റ്റേഴ്സിലാണ് എനിക്ക് കൂടുതൽ മാർക്ക് പോകുന്നത്? ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക്സിലാണ് എനിക്ക് കൂടുതൽ മാർക്ക് പോകുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിലാണ് കൂടുതൽ മാർക്ക് പോകുന്നത്, എവിടെയാണ് കൂടുതൽ മാർക്ക് പോകുന്നത് നോക്കുക. ആൻഡ് അതിനെ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇപ്പം എനിക്ക് മെക്കാനിക്സ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ഈ ലാസ്റ്റ് 10 ദിവസം പോയിട്ട് മെക്കാനിക്സ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താ? മെക്കാനിക്സിൽ അത്യാവശ്യം ക്വസ്റ്റൻസ് ഒക്കെ എനിക്ക് കിട്ടും. പക്ഷെ എനിക്ക് ഇലക്ട്രോമാഗ്നറ്റിക്സിലെ ക്വസ്റ്റൻ ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ മെക്കാനിക്സിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ ലാസ്റ്റത്തെ കുറച്ചുള്ള ദിവസം ഞാൻ ഇപ്പോൾ വെറും എക്സാമ്പിൾസ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ലാസ്റ്റത്തെ കുറച്ചുള്ള ദിവസങ്ങൾ നിങ്ങൾ പക്കാ പ്രിഫറൻഷ്യൽ സ്റ്റഡി ആക്കുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങൾ ഏത് ഭാഗം പഠിച്ചാലാണ് എപ്പോഴും മറക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ട്രാൻസ്പോർട്ടിംഗ് പ്ലാൻസ് എങ്ങനെ പഠിച്ചാലും മറക്കും. അപ്പോൾ ഞാൻ എല്ലാ എക്സാമിന് മുമ്പ് ഞാൻ ട്രാൻസ്പോർട്ടിംഗ് പ്ലാൻസ് ചെയ്യാൻ വായിക്കാറുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് പ്ലാൻസ് ഇല്ല, പക്ഷേ ഞാൻ പറയാണ് ഒരു എക്സാമ്പിൾ. അപ്പോൾ അതുപോലെ ഫിസിക്സിലാണ്, കെമിസ്ട്രിയിലാണ്, ബയോളജിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GT മാർക്സ് എവിടെയാണോ കൂടുതൽ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മറക്കുന്ന ചാപ്റ്റേഴ്സ് ഏതാണോ അത് മാത്രം കൂടുതൽ വായിക്കുക. മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മറച്ചു വിടുക. ഇപ്പം ഫിസിക്കൽ കെമിസ്ട്രി എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി ജസ്റ്റ് മറച്ചു വിടുക. കാരണം ഫിസിക്കൽ കെമിസ്ട്രിയിൽ 90% ചോദ്യം എനിക്ക് എല്ലാ എക്സാംസിനും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട. ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടത് എവിടെയാണ്? എനിക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറേ തെറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് നീറ്റിലും ഓർഗാനിക് കെമിസ്ട്രി കുറേ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ഓപ്ഷൻസ് എനിക്ക് കുറക്കാം. അപ്പോൾ ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയാണ് ഈ സമയം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് മാറ്റാം. ഓക്കെ, ഇതാണ് നിങ്ങൾ 500 to 650 ഇടയിലുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എവിടെയാണോ വീക്ക് എന്നുള്ളത് നിങ്ങളുടെ GT സ്കോർസ് നോക്കുക. ഏത് സബ്ജക്റ്റിലാണ് ഞാൻ വീക്ക് എന്നുള്ളത്, ഏറ്റവും കൂടുതൽ മാർക്ക് പോയ സബ്ജക്റ്റ് നോക്കുക. ആ ഏറ്റവും കൂടുതൽ മാർക്ക് പോയ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്ന ചാപ്റ്റേഴ്സ് ഏതാണെന്ന് നോക്കുക. ആ ചാപ്റ്റേഴ്സ് മാത്രം കൂടുതൽ പെട്ടെന്ന് വായിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങളുടെ മാർക്ക് 350 to 500 ഇടയിലാണെന്നുണ്ടെങ്കിൽ 350 to 500 ഇടയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തിയറി ബാക്കപ്പ് തന്നെ ഇപ്പോൾ അത്ര സ്ട്രോങ് അല്ല. കാരണം തിയറി അത്യാവശ്യം സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് NCERT നിന്ന് ചോദിക്കുന്ന, ബയോളജിയിൽ നിന്ന് ചോദിക്കുന്ന NCERT സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് നാച്ചുറലി 500 മേലെ വരണം. അപ്പം 350 to 500 അടിയിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് നിങ്ങളെ മാർക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കംപ്ലീറ്റ്ലി നമ്മൾ വായിച്ചത് കറക്റ്റ് അല്ല എന്നാണ് ഇതിനർത്ഥം. കാരണം ബയോളജിയിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും പല ടോപ്പിക്സ് നമുക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് അതിൻ്റെ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടോപ്പിക്സ് കൂടുതൽ വായിക്കാൻ. അങ്ങനത്തെ സമയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒന്ന് ഡെഫിനറ്റ്ലി ബയോളജിക്കാണ്. കാരണം ബയോളജി നമുക്കറിയാം, നമ്മൾ ടോട്ടൽ 720 മാർക്കിൽ 360 മാർക്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബയോളജിയാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ലോ ലെവലിൽ നിന്ന് കൂട്ടിയിട്ട് മേലെ കൊണ്ടുവന്ന് വെക്കാൻ ബയോളജിക്ക് പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി. കാരണം ഇത് ബേസിക്കലി ഇനോർഗാനിക് കെമിസ്ട്രി കുറേ ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് ഇനി ആ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നീറ്റിന് ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കുറച്ചുള്ള ഭാഗങ്ങൾ ബയോളജി ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 350 നിങ്ങളുടെ മാർക്ക് കൂട്ടിയിട്ട് 500 ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തിയറി ബാക്കപ്പ് സ്ട്രോങ് അല്ല എന്നാണ് അർത്ഥം. എപ്പോൾ നിങ്ങളുടെ മാർക്ക് ഈസ് ബിറ്റ്വീൻ 350 to 500 ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ തിയറി ബാക്കപ്പ് ഫാസ്റ്റ് ആക്കും, അതായത് സ്ട്രോങ് ആക്കും. അപ്പോൾ ബയോളജിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലൊരു ബിൽഡ് ഉണ്ടാക്കുക. അപ്പോൾ 360 ബയോളജിയിൽ നമ്മളൊരു 320+ 330+ സ്കോർ എന്നുള്ള രീതിയിലാക്കുക. അതിന് ബയോളജി NCERT മാത്രം വായിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 500 കുറവാണ് നിങ്ങളെ മാർക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബയോളജി പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പറ്റുന്ന യൂഷ്വൽ ക്വസ്റ്റൻസ് ചെയ്താൽ മതി. നിങ്ങൾ ഈ സമയം പോയിട്ട് വെറുതെ കുറേ അഡ്വാൻസ്ഡ് ക്വസ്റ്റൻസോ അല്ലെങ്കിൽ എന്താ പറയുക എക്സാം സെൻറ്ററിൽ കുറേ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പോയിട്ട് നിർബന്ധിതമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ തിയറി മോശമായതുകൊണ്ടാണ് നിങ്ങളെ മാർക്ക് 500 കൂടാത്തത്. അപ്പം അതിൽ പിടിക്കുക. അപ്പോൾ തിയറി പിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സംഭവം ഏതാണ്? ഒന്ന് നമുക്ക് ബയോളജിയും ഒന്ന് ഇനോർഗാനിക്കും ആണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ വീഡിയോൻ്റെ സോൾ ഉദ്ദേശം തന്നെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഫോർ 2025 നീറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ തീരുമാനിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഒന്നും കൂടി അനലൈസ് ചെയ്ത് നോക്കി. അപ്പോൾ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഓൾറെഡി ഇപ്പം കുറച്ച് ടോപ്പിക്സ് പറഞ്ഞല്ലോ, 62 ടോപ്പിക്സും പറഞ്ഞു. പിന്നെ അത് കൂടാണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് വീഡിയോയിൽ 2025 അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 17 ടോപ്പിക്സും കൂടി പറഞ്ഞു. അപ്പം ഈ ടോപ്പിക്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഒരിക്കലും മാറില്ല. കാരണം എന്താണ്? അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് ലാസ്റ്റ് വർഷമാണെന്നുണ്ടെങ്കിലും ഈ വർഷമാണെന്നുണ്ടെങ്കിലും ഇനി അടുത്ത വർഷമാണെന്നുണ്ടെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് മാറില്ല. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് ആ ടോപ്പിക്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം നീറ്റ് 2025 വേണ്ടിയിട്ട്
പുതിയ കുറേ ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നില്ല. കാരണം ഇനി ഞാൻ ടോപ്പിക്സ് ഇട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ അതിന് NCERT ഓരോ ടോപ്പിക് പോയി പോകും, അതിൽ പിന്നെ അർത്ഥമില്ല. അപ്പോൾ പിന്നെ എല്ലാം പഠിക്കാന്നുള്ള പോലെ അല്ലേ. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സും ടോപ്പിക്സും ആണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ വീഡിയോസ് കാണാൻ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഹൗ ഐ പ്രെഡിക്റ്റഡ് 80% ഓഫ് 2024 നീറ്റ് ക്വസ്റ്റ്യൻസ് ആക്യുറേറ്റ്ലി എന്നുള്ള ആ വീഡിയോ എങ്കിലും കാണാം. ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീഡിയോ കാണാം. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോപ്പിക്സ് അല്ല, അതിന് പകരം ഇങ്ങനത്തെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പിക്കൽ നീറ്റ് പേപ്പർ എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ടിപ്പിക്കൽ നീറ്റ് പേപ്പർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് മൊത്തം PYQs വെച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ, മൊത്തം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വെച്ചിട്ട് അതിൻ്റെ അനാലിസിസ് 1800 ക്വസ്റ്റൻസിൻ്റെ അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡാറ്റ മൊത്തം ഉണ്ടാക്കിയത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നിങ്ങൾ ഇൻ കേസ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, എനിക്ക് അറിയുണ്ടാവും ഒരുവിധം നീറ്റിന് പ്രിപ്പയർ ചെയ്ത കുട്ടികൾ എല്ലാവരും എന്തായാലും കഴിഞ്ഞ ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ 8 വർഷത്തെ നീറ്റിൻ്റെ ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് അവിടെ നിർത്തിക്കോ. കാരണം 10 ദിവസം നീറ്റിനുള്ളൂ. പ്രീവിയസ് ഇയർ നോക്കാണ്ട് നിങ്ങൾ ഒരിക്കലും പോകരുത് എക്സാമിന്. കാരണം PYQs ആർ നോട്ട് വാട്ട് യു തിങ്ക് ദേ ആർ. ഓക്കെ, PYQs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യൂഷ്വലി PYQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് തരുന്ന പോലെയാണ്. കാരണം ഇപ്പോൾ നീറ്റ് PG പോലത്തെ അതുപോലത്തെ ഒരുപാട് എക്സാമുകൾക്ക് നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻസ് കിട്ടില്ല. കാരണം അത് സിസ്റ്റത്തിൽ വരും പോകും. പിന്നെ റീകോൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇവരിത് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PYQs കുട്ടികൾക്ക് കൊടുക്കുന്നത് ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ്. കാരണം PYQsൽ ചോദിക്കുക ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒരിക്കലും മാറില്ല. സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാ വർഷവും സെയിം ആയിരിക്കും. സോ PYQൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. സോ ഇൻ കേസ് നിങ്ങൾ PYQs ഇതുവരെ ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് PYQs ചെയ്യുക. കാരണം ഇനി ഇൻ കേസ് നിങ്ങൾ മുമ്പ് PYQ ഒറ്റവട്ടൊക്കെ ചെയ്തിട്ടുള്ളെങ്കിലും ഒന്നും കൂടി പോയിട്ട് പെട്ടെന്ന് PYQ ഒന്ന് മറച്ചു വെക്കുക. കാരണം അതേ ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഫോർ ഷുവർ അതേ ടോപ്പിക്ക് എന്തായാലും റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ആ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളിപ്പോൾ PYQ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക എക്സാമിന് 10 ദിവസം മുമ്പ് നിങ്ങൾ PYQ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം കാണുമ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഒരു ടിപ്പിക്കൽ നീറ്റ് പേപ്പർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു 45 നമ്മൾ ലാസ്റ്റ് വർഷം നമ്മൾ ചെയ്തത് ഒരു 50 ക്വസ്റ്റ്യനുള്ള നീറ്റ് പേപ്പർ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് മാറിയിട്ട് ഒരു ടിപ്പിക്കൽ 45 ക്വസ്റ്റ്യൻ പേപ്പർഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നില്ല. കാരണം ടോപ്പിക്സ് ഇനി ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാ ടോപ്പിക്കും പറയുന്ന പോലെ ആവും. അപ്പോൾ അതിന് പകരം പാറ്റേൺസും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും ഇനി നമ്മൾ ഇതിൻ്റെ മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് നീറ്റിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മൊത്തം ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഒരു ടിപ്പിക്കൽ ഫിസിക്സ് പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒരു 45 ക്വസ്റ്റ്യൻസിൻ്റെ ടിപ്പിക്കൽ ഫിസിക്സ് പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടുന്ന് ഇലക്ട്രോമാഗ്നറ്റിക്സ് ആയിരിക്കും 36% അല്ലെങ്കിൽ മാക്സിമം കോൺട്രിബ്യൂഷൻ വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്സിനായിരിക്കും. എന്ന് വെച്ചാൽ 45 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫിസിക്സ് പേപ്പറിൽ നിന്ന് 16 ക്വസ്റ്റ്യൻസ് വരെ ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്നായിരിക്കും. ഓക്കെ, 16 ക്വസ്റ്റ്യൻസ് 45 ക്വസ്റ്റ്യൻസ് ഇലക്ട്രോമാഗ്നറ്റിക്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1/3 ഒറ്റ യൂണിറ്റിൽ നിന്ന് ചോദിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് മെക്കാനിക്സ് ആണ്. 12 ക്വസ്റ്റ്യൻസ് വിച്ച് മേക്സ് 27%. ആൻഡ് ഓൾമോസ്റ്റ് ഈക്വൽ ടു അതാണ് മോഡേൺ ഫിസിക്സ്. അവിടുന്ന് 11 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6 ക്വസ്റ്റ്യൻസ് വരുന്ന തെർമോഡൈനാമിക്സ് ആണ്. ആൻഡ് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനർത്ഥം നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കൂല എന്നാണോ? അല്ല, ഇതിന് രണ്ടർത്ഥമാണുള്ളത്. ഒന്ന്, ഞാൻ ഇലക്ട്രോമാഗ്നറ്റിക്സ് നിന്നാണ് എപ്പോഴും 16 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത. തെർമോഡൈനാമിക്സ് 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് എപ്പോഴും ഇലക്ട്രോമാഗ്നറ്റിക്സ് നിന്നാണ്. ഓക്കെ, തെർമോഡൈനാമിക്സിന് ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അഡ്വാൻസും ചോദിക്കാം, പക്ഷേ അഡ്വാൻസ് ചോദിക്കാൻ കൂടുതൽ സാധ്യത എപ്പോഴും ഇലക്ട്രോമാഗ്നറ്റിക്സ് നിന്നാണ്. അതിൻ്റെ ഒരു അർത്ഥം അതാണ്. ഇനി 2, നമ്മൾ ചിലപ്പോൾ ചില സാധനങ്ങൾ ഇങ്ങനെ വിടുമല്ലോ. ഇപ്പോൾ ഈ എക്സാമിന് ഞാൻ ഇത് തെർമോഡൈനാമിക്സ് പണ്ട് പഠിച്ചാൽ ഞാൻ ഇലക്ട്രോമാഗ്നറ്റിക്സ് പണ്ട് പഠിച്ചാണ്, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തൽക്കാലം നോക്കേണ്ടത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് തൽക്കാലത്ത് ഒരിക്കലും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പലപ്പോഴും സമയത്തിൻ്റെ പ്രശ്നം കാരണം ചില ടോപ്പിക്സ് നമുക്ക് നോക്കാൻ സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യാൻ സമയം കിട്ടാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിലോട്ട് വെക്കാൻ പറ്റുന്ന സാധനം തെർമോഡൈനാമിക്സ് ആണ്. ഈ കൂട്ടത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക്സ് ലാസ്റ്റിലോട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നിങ്ങൾ എക്സാമിന് പോകുന്ന വെറുതെ ആണെന്ന്. കാരണം ഇലക്ട്രോമാഗ്നറ്റിക്സ് നല്ല നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ചോദിക്കും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണിത്. ഇത് നോക്കിയിട്ട് നമ്മൾ ഒരു ചാപ്റ്ററും ഒരു യൂണിറ്റും ഒഴിവാക്കില്ല. കാരണം എല്ലാ ചാപ്റ്ററും ഒരു ക്വസ്റ്റ്യൻ മിനിമം എന്തായാലും ചോദിക്കും. അതിന് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കിട്ടണം. പക്ഷേ ഇത് നമ്മൾ നോക്കുന്നത് ഞാൻ ഈ ഒരു അപ്രോച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എവിടെ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ടിപ്പിക്കൽ കെമിസ്ട്രി പേപ്പറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്. 45 ക്വസ്റ്റൻസിൽ നമ്മൾ 21 ക്വസ്റ്റൻസും എക്സ്പെക്ട് ചെയ്യുന്നത് ഫിസിക്കൽ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 45-ൽ 21 എന്ന് പറഞ്ഞാൽ പകുതി ക്വസ്റ്റൻസും ഫിസിക്കൽ മാത്രമായിരിക്കും.
അതാണ് ഇതുവരെ വന്ന ട്രെൻഡ്. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് അറിയാം ഇനോർഗാനിക്കിലെ പല ചാപ്റ്റേഴ്സും കഴിഞ്ഞ വർഷം പല ടോപ്പിക്സും കഴിഞ്ഞ വർഷം ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇനോർഗാനിക്കിലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറയാനാണ് വീണ്ടും സാധ്യത. എന്നാലും ഒരു റഫ് എസ്റ്റിമേറ്റ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇത് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ 21 ക്വസ്റ്റ്യൻസ് നമുക്കൊരു 45 ക്വസ്റ്റ്യൻസിൽ പേപ്പറിൽ ഫിസിക്കലിന് എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് 15 ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർഗാനിക്കിന് എക്സ്പെക്ട് ചെയ്യാം ആൻഡ് 9 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനോർഗാനിക്കിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ കെമിസ്ട്രി പേപ്പർ ഉണ്ടാവുക. ആൻഡ് ഒരു ടിപ്പിക്കൽ ഫിസിക്സ് പേപ്പറിൽ 16 ഇലക്ട്രോമാഗ്നറ്റിസം, 12 മെക്കാനിക്സ് ക്വസ്റ്റ്യൻ, 11 മോഡേൺ ഫിസിക്സ് ക്വസ്റ്റ്യൻ ആൻഡ് 6 തെർമോഡൈനാമിക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടിപ്പിക്കൽ കെമിസ്ട്രി പേപ്പറിൽ 21 ഫിസിക്കൽ എന്നുള്ള ക്വസ്റ്റ്യൻസ്, 15 ഓർഗാനിക് എന്നുള്ളത്, 9 ഇനോർഗാനിക് എന്നുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത് ജസ്റ്റ് ഒരു ഇതാണ് ഞാൻ പറഞ്ഞില്ല. ഇൻ കേസ് നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ബ്രഷപ്പ് ചെയ്യാനുള്ള കാര്യമാണ്. അതായത് നമ്മൾ ബയോളജിയിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും 2 ഗ്രൂപ്പ് ഓഫ് ടോപ്പിക്സ് ഇട്ടിരുന്നു. ഇന്നെവിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടും ഹൈ ഈൽഡ് എന്ന് പറഞ്ഞിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നെവിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട് ബയോളജിയിൽ നമ്മൾ പറഞ്ഞത് 7 ടോപ്പിക്സ് ആയിരുന്നു, അതിൽ നിന്ന് 17 ചോദിച്ചു. ഹൈ ഈൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബയോളജിയിൽ പറഞ്ഞത് 22 ടോപ്പിക്സ് ആയിരുന്നു, അതിൽ നിന്ന് 35 ചോദിച്ചു. അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നിന്ന് എത്രയാണ് ചോദിച്ചതെന്നുള്ളതാണ് ഞാൻ ഈ ടേബിളോട് സമ്മറൈസ് ചെയ്തത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇതിലെ ടോപ്പിക്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടോട്ടൽ 62 ടോപ്പിക്കിൽ നിന്ന് ടോട്ടൽ എത്ര ചോദിച്ചിരുന്നു? 98 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഓക്കെ, ആൻഡ് ഇത് കൂടാണ്ട് ലാസ്റ്റ് വീഡിയോയിൽ 2024 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം അതിൽ നിന്നുള്ള ഡാറ്റയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു 14 ടോപ്പിക്സും കൂടി ആഡ് ചെയ്തിരുന്നു അല്ലേ? ഒരു 14 ടോപ്പിക്സും കൂടി ആഡ് ചെയ്തിരുന്നു. സോ ആ 14 ടോപ്പിക്സും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ പ്രഡിക്ഷനിൽ നമുക്കുള്ള ടോപ്പിക്സ് 62ഉം 14ഉം എത്രയാണ്? 76 ടോപ്പിക്സാണ് നമ്മൾ ടോട്ടലി പ്രഡിക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ് അടുത്ത നീറ്റിനെതിരെ എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ഫൈനലി ഇന്നവിറ്റബിൾ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് പറഞ്ഞത്, അതായത് എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതായത് നിങ്ങൾ വെരി വെൽ എക്യുപ്ഡ് ആവേണ്ട, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പാവേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. കാരണം ആ ചാപ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ബയോളജിയിൽ അത് ജെനറ്റിക്സിലെ 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് ബയോളജിയിൽ നമുക്ക് ടോട്ടലി 4 ചാപ്റ്റേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ജെനറ്റിക്സിലെ മോളിക്കുലർ ബേസിസിന് നമ്മളൊരു 45 ക്വസ്റ്റ്യൻ ഉള്ള ഒരു പേപ്പറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6 ക്വസ്റ്റ്യൻസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ജെനറ്റിക്സ് 1 നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ്. സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ചാപ്റ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ നീറ്റിൽ നിന്ന് ഈ 4 ക്വസ്റ്റ്യൻ ചാപ്റ്ററിനും കൂടി നമ്മൾ ബയോളജിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണ്? 6, 11, 15, 19 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 19 ക്വസ്റ്റ്യൻസ് ഈ 4 ചാപ്റ്ററിൽ നിന്ന് മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ ഫിസിക്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് കലക്ട്രിസിറ്റി എന്നാണ്. അത് 4 ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പുച്ഛിച്ച് തള്ളാറുള്ള യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്നാണ്. അത് 3 ക്വസ്റ്റ്യൻസ്. ആൻഡ് ഫൈനലി റേ ഓപ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്കലി വർക്കിംഗ് ഔട്ട് എനിക്ക് കിട്ടിയത് 2 ആണ്. അത് കൂടുകയോ കുറയോ ചെയ്യാം, ബട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് എങ്ങനെയാണ്. സോ നമുക്ക് ഫിസിക്സിന് ടോട്ടലി ഈ 3 ചാപ്റ്ററിനും കൂടി 9 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഫൈനലി കമ്മിങ് ടു കെമിസ്ട്രി. കെമിസ്ട്രിയിൽ നമ്മൾ 2 ചാപ്റ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതൊന്ന് ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്, ആൻഡ് കെമിക്കൽ ബോണ്ടിങ് ആണ്. ഈ 2 ചാപ്റ്ററും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ 2 ചാപ്റ്ററിനും കൂടി മാത്രം നമുക്ക് 8 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ഇവിടെ എത്ര പറഞ്ഞു? 19, 9, 28, 28, 8, 36. നമ്മൾ 36 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. 36 ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര ചാപ്റ്റർ എന്നാണ് പറഞ്ഞത്? 4, 3, 7, 2, 9 ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 36 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. നമുക്ക് ടോട്ടൽ നീറ്റിന് ചോദിക്കാൻ പോകുന്നത് 180 ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 20% ക്വസ്റ്റ്യൻസും ഈ 180 ചോദ്യങ്ങളിൽ ഓൾമോസ്റ്റ് 20% ക്വസ്റ്റ്യൻസും ഈ 9 ചാപ്റ്ററിന് മാത്രമായിരിക്കും. അപ്പോൾ ഈ 9 ചാപ്റ്ററാണ് നിങ്ങൾ ഏറ്റവും തറവായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും റെഡി ആയിട്ടുണ്ടാവും. സോ ഈ 9 ചാപ്റ്റേഴ്സ് നമ്മൾ വളരെ തറവായിരിക്കണം. കാരണം അറിയാം, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നീറ്റിന് 90, 80, 80+ ചാപ്റ്റേഴ്സ് ടോട്ടൽ പഠിക്കാണ്ടെന്ന് തോന്നുന്നു. അതിൽ 9 ചാപ്റ്ററിൽ നിന്ന് 36 ചോദ്യം ചോദിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ 9 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ തറവായിട്ട് പഠിക്കുക. ഓക്കെ, ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രാക്ടിക്കൽ സയൻസിനെ കുറിച്ചാണ്. അത് ലെറ്റ് ഇറ്റ് ബി പ്രാക്ടിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കെമിസ്ട്രി ഏതും ആയിക്കോട്ടെ. അതായത് പ്രാക്ടിക്കൽ ഫിസിക്സിലെ റീസെൻറ്റ് ഇയേഴ്സിൻ്റെ നീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ സയൻസിന് അവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി പ്രാക്ടിക്കൽ ഫിസിക്സ് ആൻഡ് പ്രാക്ടിക്കൽ കെമിസ്ട്രി ഏതും ആയിക്കോട്ടെ. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത ഒരേ ഒരു സാധനം പ്രാക്ടിക്കൽ കെമിസ്ട്രി ആയിരുന്നു. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ പറഞ്ഞിരുന്നു നമ്മളോട്. കാരണം പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇനോർഗാനിക്കിലെ ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ആഡ് ചെയ്യുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ കെമിസ്ട്രി ചോദിച്ചിരുന്നു. അതിൽ എല്ലാ വർഷങ്ങളിലും പ്രാക്ടിക്കൽ ഫിസിക്സ്, അതായത് വെർനിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ പ്രാക്ടിക്കൽ സയൻസ് ഇനി വരാനുള്ള നീറ്റിൻ്റെ ഏത് പാറ്റേൺ ആയിക്കോട്ടെ അവർ പ്രാക്ടിക്കൽ സയൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽ ഫിസിക്സും പ്രാക്ടിക്കൽ കെമിസ്ട്രിയും ഇൻ കേസ് നിങ്ങൾ പഠിച്ചിട്ടില്ല കുറച്ച് പഠിക്കുള്ളൂ, ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുക, അതിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സോ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ നീറ്റ് 2025ൻ്റെ ഡീറ്റെയിൽഡ്, ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ഇനിയും ടോപ്പിക്സ് തരുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ടോപ്പിക്സ് തരുന്നതിന് പകരം കുറച്ചും കൂടി നമ്മൾ നീറ്റിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു ടേക്ക് ഹോം മെസ്സേജ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, ഞാൻ നേരത്തെ സ്ട്രെസ് ചെയ്ത ഒറ്റ കാര്യമാണ്,
നീറ്റ് 2025 പേപ്പർ സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് കുറച്ച് ടഫാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇൻ കേസ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 5-6 ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. കാരണം ഇന്ത്യയിലെ എല്ലാ കുട്ടിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണെന്ന് മനസ്സിലാക്കുക. ഇത് ഹൈ സ്കോറിംഗ് എക്സാം അല്ല എന്ന് മനസ്സിലാക്കുക. ഈ വർഷം കട്ട് ഓഫ് കുറയാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വരാൻ പോകുന്ന 3 മണിക്കൂർ എൻ്റെ മാക്സിമം ഞാൻ വർക്ക് ചെയ്യണം. അല്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് മാത്രം ടഫാന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് കിട്ടേണ്ട അഡ്വാൻറ്റേജ് എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ കാമായിട്ടിരിക്കണം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി, ഇത് വരുന്ന ഉറപ്പൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞല്ലോ, ഈ മാർക്ക് ഇൻഫ്ലേഷൻ കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ സബ്ജക്റ്റിനും അറ്റ്ലീസ്റ്റ് 2 to 3 ക്വസ്റ്റ്യൻസ് നല്ല ടഫായിട്ടുള്ളത് ഇടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് എല്ലാ വർഷവും ഒരു ഹാർഡ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ 45-ൽ 2-3 ക്വസ്റ്റ്യൻസ് ഹാർഡ് ഉണ്ടാകുന്നില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും 2-3 ക്വസ്റ്റ്യൻസ് നല്ല ടഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവില്ല ഈ ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നുള്ളത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തോന്നുകയാണ് ഏതെങ്കിലും കുറേ സമയം സോൾവ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലാസ്റ്റിലോട്ട് വെക്കുന്നൊരു കുഴപ്പമില്ല. അങ്ങനെ എല്ലാ സബ്ജക്റ്റിലും ഒരു 2-3 വെച്ചിട്ട് ലാസ്റ്റിലോട്ട് നിങ്ങൾക്ക് ഒരു 5 to 8 അല്ലെങ്കിൽ അറൗണ്ട് ലെസ് ദാൻ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലാസ്റ്റിലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പെട്ടെന്ന് ചെയ്തു പോവുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ 5 to 8 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. തുടക്കത്തിലേ അതിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ടൈം കളയണമെന്നില്ല. അത് ഇറ്റ്സ് അപ് ടു. ചിലർ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ഞാൻ ഒരു സബ്ജക്റ്റ് തീർത്തിട്ട് അടുത്ത സബ്ജക്റ്റിലോട്ട് പോകുള്ളൂ, അങ്ങനെയുള്ളവരാണെന്നെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫ് ഉണ്ടായിരിക്കും എന്നുള്ള എക്സ്പെക്ട് ചെയ്യുക. ആൻഡ് ഇതൊക്കെ ഞാൻ നേരത്തെ പറയാൻ കാരണം ഇങ്ങനെ എക്സ്പെക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് എക്സാം പേപ്പറിൽ പെട്ടെന്ന് കിട്ടും, വലിയ കുഴപ്പം തോന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് അയ്യോ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫ് ആണല്ലോ. അപ്പം മനസ്സിലാക്കുക 2-3 ക്വസ്റ്റ്യൻസ് ടഫ് ഉണ്ടാകും. ആൻഡ് അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ഞാൻ തുടക്കത്തിലെ കുറേ സമയം സ്പെൻഡ് ചെയ്യണമെന്നില്ല, ഞാൻ ലാസ്റ്റിലോട്ട് വന്നിട്ട് അത് നോക്കിയാലും മതി. സോ ഗൈസ്, വീഡിയോ ഞാൻ വിചാരിച്ചതിലും കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര ലെങ്ത് ഉണ്ടാവും എന്നുള്ളത്. ബട്ട് ഞാൻ എന്തായാലും പറയണമെന്ന് വിചാരിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാം ആവാറായി നിങ്ങൾക്കറിയാം. ഇനി നീറ്റിന് മുമ്പ് നമ്മൾ കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ മെക്കാനിക്സിൻ്റെ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിളിൻ്റെ ഒരു ഇതും കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെയാണ്. സോ ഇൻ കേസ് നമ്മൾ നീറ്റിൻ്റെ മുമ്പ് ഇനി കാണുന്നില്ലെന്നെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. ഞാൻ ആത്മാർത്ഥമായിട്ട് എന്താ പറയുക, എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് പറയാണ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്ത് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ടെൻഷൻ അടിക്കാണ്ടിരിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇൻ കേസ് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയുകയാണ്, ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായി കഴിഞ്ഞാലും ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ആൻഡ് ആ 3 മണിക്കൂർ ടെൻഷൻ അടിക്കാണ്ടിരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റിസൾട്ടിൽ കിട്ടും. ഓക്കെ ഗൈസ്, സോ വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് നീറ്റ് കഴിഞ്ഞിട്ട് കാണാം. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ തീസിസ്, എനിക്ക് എൻ്റെ എക്സാമിൻ്റെ ഫൈനൽ ഇയർ എക്സാം ആവാറായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് ഞാൻ നല്ല തിരക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഓരോ ദിവസവും വീണ്ടും നീറ്റ് 25 ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ചെയ്യുമെന്ന് പല കമൻസും കണ്ടുകൊണ്ടാണ് ഞാൻ ആ തിരക്കിനിടയിൽ ഈ വീഡിയോ ചെയ്തത്. സോ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക. നീറ്റ് ചെയ്താൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാണ്ട്. നീറ്റ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ എൻട്രൻസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കോളേജ് സെലക്ഷൻ, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ അതല്ല ഇൻ കേസ് നിങ്ങൾക്ക് നീറ്റ് ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് വിചാരിച്ചൊരു മാർക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടടാ. ഇതൊന്നും അല്ല ജീവിതത്തിൻ്റെ അവസാനം. ഡോക്ടർ മാത്രമല്ല പ്രൊഫഷൻ, ഇഷ്ടംപോലെ പ്രൊഫഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചാനൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എല്ലാവരും എക്സാം എഴുതാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.